ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു 5 ഈസി മെത്തേഡ് ഹൗ ടു റോൾ യുവർ ഡെനിം എന്നുള്ള ഒരു 5 മെത്തേഡ്. അതായത് നമ്മളെ ഡെനിം എക്സ്ട്രാ ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് എങ്ങനെ അത് സ്റ്റൈലൈസ് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു 5 ഈസി മെത്തേഡ്, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്, ഭയങ്കര സ്റ്റൈലിഷുമാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ ജീൻസ് ഫോൾഡ് ചെയ്യാതെ, അതായത് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിലും നമ്മളത് ഫോൾഡ് ചെയ്യാതെ അതിൻ്റെ ആ ഒരു കൗളും അതിൻ്റെ ആ ചുളുക്കെല്ലാം കൂടി അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ലുക്കിനെയാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡീപ്പ് കഫ്. ഇതിനൊരു ഓൾഡ് സ്കൂൾ ഫോൾഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആക്ച്വലി ഒരു റഗഡ് ലുക്കാണ്. ഈ ഡീപ്പ് കഫ് എന്ന് പറയുന്ന ലുക്ക് നമുക്ക് 2 സൈസിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതായത് 4 ഇഞ്ചിലും ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 6 ഇഞ്ചിലും ഫോൾഡ് ചെയ്യാം. നമ്മളൊരു പൊക്കം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് വരെയൊക്കെ പോകുന്നത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലത് തന്നെ. പക്ഷേ പൊക്കം കുറവുള്ള ആൾ ഒരു 6 ഇഞ്ച് ഫോൾഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി പൊക്കം കുറവ് തോന്നിക്കും. അപ്പോൾ ഒരു നല്ലൊരു പൊക്കമുള്ള ഒരാളാണെങ്കിൽ അയാൾക്കാണ് ഈ 6 ഇഞ്ച് സൈസിലുള്ള ഫോൾഡ് കൂടുതലും സൂട്ടബിൾ ആവുക. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് 2 ഇഞ്ച് റോൾ. ഈ ഒരു സ്റ്റൈല് പൊക്കം കുറവുള്ളവർക്ക് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2.5 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. ഇതിൻ്റെ കഫ് നമ്മൾ 2.5 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിലുള്ള, നിങ്ങൾ ഈ കാണുന്ന ആ മേളിലുള്ള ആ ഒരു ടിപ്പില്ലേ, ആ എഡ്ജ് മാത്രം നമ്മൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ടാക്കുന്നു. ഇനി നാലാമത്തെ മെത്തേഡാണ് പിൻ റോൾ. ഈ ഒരു സ്റ്റൈൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജീൻസ് ഈ കാണുന്ന പോലെ സൈഡിൽ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കഫ് ആയിട്ട് മടക്കുക. മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് പെട്ടെന്ന് മടക്കുമ്പോൾ അത് ലൂസായി പോകും. അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ ആ നമ്മളെ പിടിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചേക്കുന്ന ആ പോർഷൻ അങ്ങനെ തന്നെ ഇരുന്നോളും. അതിന് ശേഷം നമ്മൾ കഫ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ലുക്ക് കിട്ടും. ഇനി 5ാമത്തെ മെത്തേഡും നമ്മുടെ ലാസ്റ്റ് മെത്തേഡാണ് ഡബിൾ റോൾ. ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. ആദ്യം നമ്മൾ 1 ഇഞ്ച് ഒരു ഫോൾഡ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് ആയിട്ട് ഒരു ഫോൾഡും കൂടി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഈ 5 ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു ഫാഷൻ ടിപ്സോ അല്ലെങ്കിൽ വേറെ നമുക്ക് ഡ്രേപ്പിംഗ് വീഡിയോസോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.